ഈ വേൾഡ് കപ്പിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന പല സംഭവങ്ങളും അർജന്റീന താരങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായുള്ള മത്സരശേഷം ഫോക്ലാൻഡ് ഐലാൻഡിൻ്റെ ബാനർ ഉയർത്തിയതും സ്പെയിനിനെതിരായുള്ള ഫൈനൽ പോരാട്ടത്തിന് ശേഷമുള്ള സ്പെയിൻ താരങ്ങളുമായുള്ള സംഘർഷാവസ്ഥയുമെല്ലാം പരിഗണിച്ചുകൊണ്ട് ഫിഫ അർജന്റീനക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇതാ അർജന്റീനക്ക് വലിയ പണി തന്നെ കൊടുത്തിരിക്കുകയാണ് ഫിഫ. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫിഫ AFAക്കെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെ 7 അച്ചടക്ക നിയമ നടപടികളാണ് അർജന്റീനക്ക് മേൽ സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യത്തേത് എൻസോ ഫെർണാണ്ടസിൻ്റെ ചുവപ്പ് കാർഡിനെ തുടർന്ന് അദ്ദേഹത്തിന് നേരിടുന്ന സസ്പെൻഷനാണ്. ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം കുബാർസിക്കുമേൽ നടത്തിയ ഫൗൾ കളിയുടെ ഗതി തന്നെ മാറ്റുന്നതായിരുന്നു. അത് റെഡ് കാർഡ് അർഹിച്ചിരുന്നോ എന്നത് മറ്റൊരു ചോദ്യമായിരുന്നു. പിന്നെ സ്വിറ്റ്സർലാൻഡിനും ഇംഗ്ലണ്ടിനുമെതിരെ 1-2 പകുതികളിൽ അർജന്റീന ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് സമയത്തിൽ നിന്നും വൈകിയാണ്. ഇതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ടൂർണമെന്റിനിടെ നടന്ന സംഭവങ്ങൾ കാരണം അർജന്റീൻ സൂപ്പർ താരം തിയാഗോ അൽമേഡക്ക് ഒരു മാച്ച് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് ഫൈനലിൽ ഡാനി ഒൽമോയുമായുള്ള കൂട്ടിയിടിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പങ്കിട്ടതിന്റെ പേരിൽ അർജന്റീൻ പരിശീലകനായ റോബർട്ടോ അയോളക്കും 3 മത്സരങ്ങളാണ് സസ്പെൻഷൻ നേരിടുക. ലോകകപ്പ് ഫൈനലിന് ശേഷമുണ്ടായ സംഭവങ്ങൾ ലിയാൻഡ്രോ പെരഡസിനും 3 മത്സരങ്ങൾ സസ്പെൻഷൻ ലഭിക്കാനുള്ള കാരണമാക്കി. ഇതേ കാരണത്താൽ തന്നെ അർജന്റീൻ സൂപ്പർ താരം നൗഹേൽ മോളിനക്കും 3 മത്സരങ്ങളാണ് സസ്പെൻഷൻ നേരിടേണ്ടി വരിക. വിവേചനപരമായ രാഷ്ട്രീയപരമായ കാര്യം ഇംഗ്ലണ്ടിനെതിരായുള്ള മത്സരശേഷം ഫോക്ലാൻഡ് ഐലാൻഡിന്റെ ബാനർ ഉയർത്തിയ അർജന്റീനൻ താരങ്ങൾക്കെതിരെയും ഫിഫ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കുറ്റകൃത്യങ്ങൾക്ക് പേരിൽ AFA എന്തു മറുപടിയാണ് നൽകുക എന്ന് കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. ഹെർണാണ്ടസ് കാസ്റ്റിലോ നൽകിയ റിപ്പോർട്ടിലാണ് ഈ 7 സസ്പെൻഷനുകളെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.